കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക്. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MMT005 MSc മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് അനാലിസിസ് എന്ന ഭാഗത്തിലെ ഒരു എക്സാമിനേഷൻ ഗൈഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഗൈഡ് നിങ്ങളെ എക്സാമിന് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ പ്രീവിയസ് വർഷങ്ങളിലെ എക്സാമിൻ്റെ ഡാറ്റ പരിഗണിച്ച് നമ്മുടെ ഒഫീഷ്യൽ സിലബസിലെ ഹൈ yield ഏരിയാസും അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റൈൽസും മാർക്ക് വെയ്റ്റഡ് പാറ്റേൺസും എന്നിവയൊക്കെ ഇതിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എക്സാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്, ഏതൊക്കെ ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഈ ഗൈഡിലൂടെ കിട്ടാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ അവസാനം ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ്. ബ്ലോക്ക് വൈസ് ആണ് നമ്മൾ ഓരോ സിലബസിനെയും നമ്മൾ ഇതിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്. അതായത് അനലറ്റിക് ഫങ്ഷൻസ്, ഇൻ്റഗ്രേഷൻ, സീരീസ്, റെസിഡ്യൂസ്, കൺഫോമൽ ഐഡിയാസ് എന്നിങ്ങനെ ഹിസ്റ്റോറിക്കൽ റെലവൻസിനനുസരിച്ച് ഓരോ സെഷൻസും നമ്മൾ ബ്രീഫ് നോട്ട്സ് വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു മാപ്പിംഗ് നമ്മൾ ഇതിലൂടെ പറഞ്ഞു തരും. നെക്സ്റ്റ് വൺ എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാമിൻ്റെ ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടൈമും മാർക്സും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഓരോ ടോപ്പിക്സിനും എത്രയൊക്കെ മാർക്കുകളാണ് ക്ലസ്റ്റേഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ കമ്പൾസറി ആയിട്ട് പഠിക്കേണ്ട ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അതുപോലെ ലോങ് പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ റെക്കറിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. ആവർത്തിച്ച് വരുന്ന കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ലോറൻസ് സീരീസ്, മൊബിയസ് ട്രാൻസ്ഫോർമേഷൻസ് ഇതുപോലെയുള്ള ഏരിയാസിലൊക്കെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ഗൈഡിലൂടെ പറയാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ടോപ്പിക് പ്രോബബിലിറ്റി പ്രെഡിക്ഷൻസ്. നമ്മൾ ഓരോ യൂണിറ്റിലെയും ഡാറ്റ നോക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് കിട്ടുന്നു. അതിലൂടെ ഫ്രീക്വൻസി കൂടിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഹൈ yield ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ഒരു ഫുൾ ലെങ്ത് പ്രാക്ടീസ് പേപ്പറാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ അത് നിങ്ങളുടെ ഡിഫിക്കൽട്ട് ബാലൻസ് ചെയ്യാനും നിങ്ങൾക്ക് മോർ റിഹേഴ്സലും ഐഡിയലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നെക്സ്റ്റ് വൺ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. നമ്മുടെ മാർക്കിംഗ് സ്കീമിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റെപ്പ് വൈസ് സൊല്യൂഷൻസ് ഓരോ മാർക്കിനനുസരിച്ചും എക്സാമിൻ്റെ സ്റ്റൈലിനനുസരിച്ച് നമ്മൾ എഴുതേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. സോ മെത്തഡോളജിയാണ് പറയുന്നത്. നമ്മൾ ഓരോ കഴിഞ്ഞ വർഷത്തെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ റീസെൻ്റ്ലി വെയ്റ്റഡ് കാര്യങ്ങളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒഫീഷ്യൽ സിലബസിൽ നമുക്ക് കറക്റ്റ് ഒരു സബ് ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് ടൈപ്പ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ കറക്റ്റ് ടൈം ഷെഡ്യൂളിൽ എങ്ങനെ എക്സാം എഴുതുക, ആവർത്തിച്ച് വരുന്ന ഏരിയ ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതാൻ കഴിയും, ഏറ്റവും ഗ്രേറ്റർ മാർക്ക് ഏരിയ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതിലൂടെ നമുക്ക് നമ്മുടെ ഓരോ ടോപ്പിക്സിനെയും എങ്ങനെയാണ് നമ്മൾ സ്ട്രെങ്ത് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ എത്രയൊക്കെ സമയം കൊണ്ട് ഒരു മോക്ക് ടെസ്റ്റിൻ്റെ രീതിയിൽ നമുക്കിത്
എക്സാം കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ കഴിയുന്ന ഒരു വിധത്തിൽ ഈ ഒരു ഗൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നല്ലൊരു മാർക്ക് കിട്ടാൻ സഹായിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സിലബസ് മാപ്പ് ചെയ്യുകയാണ്. അതായത് നമ്മളെ ബ്ലോക്സ്, യൂണിറ്റ്സ്, അതിൽ വരുന്ന ടോപ്പിക്സ്, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എക്സാമിന് അതിൻ്റെ റെലവൻസും കാര്യങ്ങൾ വരുന്നത് എന്നാണ് ഈ ഒരു ബോക്സിലൂടെ പറയുന്നത്. ഫസ്റ്റ് ബ്ലോക്കാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ കോംപ്ലക്സ് ഫങ്ഷൻസിലെ സെറ്റ്സ് ഓർ റീജിയൻസ്, ഓപ്പൺ ക്ലോസ്ഡ് ആൻഡ് ടോപ്പോളജി എന്ന ടോപ്പിക്ക് 2 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ കണക്ടിവിറ്റി, സിമ്പിൾ മൾട്ടിപ്ലി കണക്റ്റഡ്, അതുപോലെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് എന്നിവയെല്ലാം ലോ റെലവൻസിൽ വരുന്ന 2 ടോപ്പിക്കാണ്. അതിൽ വരുന്ന ഒരു മീഡിയം റെലവൻസിൽ വരുന്ന 5 ടൈംസ് അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക്കാണ് ഹാർമോണിക് കോൺജുഗേറ്റ് ആൻഡ് കൺസ്ട്രക്റ്റിംഗ് എഫ് ഓഫ് സെഡ് എന്നുള്ളത്. അനലിറ്റിക് ഫംഗ്ഷൻ എന്ന യൂണിറ്റ് 2-ൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. നെക്സ്റ്റ് ബ്ലോക്ക് 1-ലെ തന്നെ മീഡിയം ലെവലിൽ 5 ടൈംസ് അപ്പിയർ ചെയ്ത മറ്റൊരു ടോപ്പിക്കാണ് മാക്സിമം മോഡുലസ് ഓർ ഗ്രോത്ത് എസ്റ്റിമേറ്റ്സ്. ഇനി വരുന്ന ലോ റെലവൻസിന് വരുന്ന കുറച്ച് ടോപ്പിക്സുകളാണ് പറയുന്നത്. അനലിറ്റിസിറ്റി തിയറംസ്, അതായത് സീറോസ്, ഐസൊലേറ്റഡ്, റിയൽ അനലിറ്റിക് ഇംപ്ലൈസ് കോൺസ്റ്റന്റ് എന്നിവയൊക്കെ. അതുപോലെ ബ്രാഞ്ചസ് ആൻഡ് പ്രിൻസിപ്പൽ വാല്യൂസ്, പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഓർ പവർ, കോഷീസ് തിയറം, ബേസിക് കോണ്ടൂർ ഇൻ്റഗ്രൽസ് എന്നിവയൊക്കെ ലോ റെലവൻസിന് വരുന്നതാണ്. ലോ റെലവൻസിന് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് പാത്ത് ഇൻ്റഗ്രൽസ് അലോങ് എ ഗിവൺ കർവ് എന്നുള്ളത്. മീഡിയം റെലവൻറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലൊറൻസ് സീരീസ് എന്നുള്ളത്. റേഡിയസ് ഓർ റീജിയൺ ഓഫ് കൺവേർജൻസ് എന്ന ടോപ്പിക്കും സിംഗുലാരിറ്റീസ്, സീറോസ് ആൻഡ് റെസിഡ്യൂസ് അറ്റ് എ പോയിന്റ് എന്ന ടോപ്പിക് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവൻസിനാണെന്നുണ്ടെങ്കിലും 4 ടൈംസ് അപ്പിയർ ചെയ്തൊരു ടോപ്പിക്കാണ്. ഇനി 6 ടൈംസ് അപ്പിയർ ചെയ്ത 2 ടോപ്പിക്സുകളാണ് ഇവിടെ പറയുന്നത്. ബ്ലോക്ക് 2-ലെ റെസിഡ്യൂ തിയറം എന്നുള്ളതും മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതും. ആ 2 ടോപ്പിക്സ് നോക്കി പോവുക എക്സാമിന് പോകുമ്പോൾ. ഇനി കൺഫോർമാലിറ്റി ക്രൈറ്റീരിയൻ ആൻഡ് റീജിയൻ മാപ്പിക്സ് എന്നത് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവൻസിന് വരുന്ന അപ്ലിക്കേഷൻ എന്ന യൂണിറ്റിലെ ഫ്ലൂയിഡ് ഫ്ലോ പൊട്ടൻഷ്യൽ സ്ട്രീം ഫംഗ്ഷൻ എന്നുള്ളത് ഒരു ലോ റെലവൻറ്റ് ടോപ്പിക്കാണ്. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള ഒരു ബാർ ചാർട്ടാണ്. 2 ബാർ ബ്ലോക്കുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏത് ബ്ലോക്കിൽ നിന്നാണെന്ന് മനസ്സിലാക്കാം. ബ്ലോക്ക് 1-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൗണ്ടഡ് അപ്പിയറൻസിൽ വന്നിട്ടുള്ളത്. സോ ബ്ലോക്ക് 1 നിങ്ങൾ എന്തായാലും നോക്കി പോവേണ്ട ഒരു ബ്ലോക്കാണ്. ഹൈഡ് ബാറാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കേസിൽ ഹീറ്റ് മാപ്പ്. ഇവിടെ കളർ കോഡിനനുസരിച്ച് ഹയർ ഫ്രീക്വൻസിയിൽ വരുന്ന ബ്ലോക്സും കാര്യങ്ങളും യൂണിറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2-ഉം ആൻഡ് യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ഡാർക്കർ സെൽസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹയർ ഫ്രീക്വൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡാർക്കർ സെൽസ് ആണ് ഈ ബ്ലോക്സിന്റെ കാര്യങ്ങളിൽ ഉള്ളത്. സോ ഇവിടെ നോക്കൂ, ഹയർ ഫ്രീക്വൻസിയിൽ വരുന്നതാണ് ബ്ലോക്ക് 2-ലുള്ള ഈ ഒരു ഏരിയാസും കാര്യങ്ങളൊക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ കീ ഇൻസൈറ്റ് ബോക്സ്. നമുക്ക് എക്സാമിന് പോകുമ്പോൾ നോക്കേണ്ട ടോപ്പ് 3 ഹൈ ഇൽഡ് ടോപ്പിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് മൊബിയസ് ഓർ കൺഫോമൽ മാപ്പിംഗ് യൂണിറ്റ് 9-ൽ വരുന്ന, അതുപോലെ യൂണിറ്റ് 8-ൽ വരുന്ന റെസിഡ്യൂ ബേസ്ഡ് ഇവാലുവേഷൻസ് ആൻഡ് യൂണിറ്റ് 6-ൽ വരുന്ന ലൊറന്റ് എക്സ്പാൻഷൻസും. ഈ 3 ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ നോക്കി പോവേണ്ട ഒരു ഏരിയയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു റിക്കറിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും ഒക്കെ എങ്ങനെയാ വരുന്നത്, എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഈ മാപ്പിംഗ്, സ്ട്രിപ്സ് ഓർ സർക്കിൾസ്, റിയൽ ഇന്റഗ്രൽ ഇവാലുവേഷൻ വിയ റെസിഡ്യൂസ്, സീരീസ് അബൌട്ട് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ്, ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് മൂവ്സിലൂടെ പോയിട്ട് നല്ലൊരു മാർക്സ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടോപ്പിക്സ് ആണ്. സോ ഈ ടോപ്പിക്സ് ഒക്കെ നല്ലോണം നോക്കിയിട്ട് തന്നെ എക്സാമിന് പോകാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇതിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള രൂപമാണ് പറഞ്ഞു തരുന്നത്.
ഫസ്റ്റ് വൺ ട്രൂ ഓർ ഫാൾസ് വിത്ത് റീസൺസ് എന്ന ക്വസ്റ്റ്യൻസ് 2 മാർക്കിനാണ് വരുന്നത്. അത് ടോട്ടലായിട്ട് നമുക്ക് 10 മാർക്സിനുള്ളതാണ്. സോ 25 to 14 വേർഡ്സിൽ എക്സാം എഴുതാൻ ശ്രമിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഏരിയയിൽ 2-3 ലൈൻസ് പെർ സ്റ്റേറ്റ്മെൻറ്റിലായിട്ട് നമ്മൾ വേർഡിക്റ്റ് സ്റ്റേറ്റ് കൊടുക്കുക, അതുപോലെ അതിൻ്റെ കീ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ ട്രൂ, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് അങ്ങനെ കൊടുത്തിട്ട് അതിന് താഴെ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ, മാർക്കിനനുസരിച്ച് തന്നെ നിങ്ങൾ എഴുതി പോകാൻ നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഷോർട്ട് കമ്പ്യൂട്ടേഷൻ ടിപ്പിക്കലി 2 മാർക്കിനാണ് വരുന്നത്. 4 to 6 ലൈൻസിൽ നമ്മൾ ആൻസർ എഴുതാൻ ശ്രമിക്കുക. 1 മെത്തേഡിൻ്റെ കൂടെ അതിൻ്റെ ഫൈനൽ വാല്യൂം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എഴുതാം. നെക്സ്റ്റ് വൺ ഷോർട്ട് പ്രൂഫ് ഫോർ ഡെറിവേഷൻ. നമ്മൾ ടിപ്പിക്കലി 3 മാർക്കിന് വരുന്നതാണ്. 6 to 9 ലൈൻസിൽ ഫസ്റ്റ് വൺ സെറ്റപ്പ് ചെയ്യുക, നെക്സ്റ്റ് കോർ ആർഗ്യുമെൻ്റ് എഴുതുക, അതിനുശേഷം കൺക്ലൂഷൻ എഴുതിയിട്ട് ഡെറിവേഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഫുൾ പ്രോബ്ലം ഉള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് റെസിഡ്യൂ ആണോ റിയൽ ഇൻ്റഗ്രൽ ഒക്കെ കാണാൻ വന്നാൽ 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നമുക്കൊരു 10 to 4 ലൈൻസിൽ ആദ്യം അതിൻ്റെ മെത്തേഡ് ഔട്ട്ലൈന് ഒക്കെ എഴുതിയിട്ട് അതിനുശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ഇവാലുവേഷൻ കൊടുക്കുക. നമ്മളൊരു 4 to 5 പേപ്പേഴ്സിൽ വരെ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണിത്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത് എന്നുള്ളൊരു ഡിസ്ക്രിപ്റ്റീവ് രൂപം. നെക്സ്റ്റ് ട്രൂ ഓർ ഫോൾസ് വിത്ത് റീസൺസ് എന്നുള്ളത് 10 മാർക്സിന് വരുന്നുണ്ട്. സോ ഇത് നമ്മൾ ഡെഫിനിഷൻ ലെവൽ ക്ലാരിറ്റി എങ്ങനെയൊക്കെയാണെന്ന് അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മളെ കണക്ടിവിറ്റി, അനലിറ്റിസിറ്റി, സീരീസ് ആൻഡ് മാപ്പിംഗ്, ഇതിലൂടെയൊക്കെയുള്ള നമ്മുടെ ഡെഫിനിഷൻ്റെ ക്ലാരിറ്റിയും കാര്യവും അവർക്ക് എയിം ചെയ്യുന്നുണ്ട്. സോ 2 മാർക്കിന് വരുന്ന ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ നമ്മുടെ ക്രിസ്പ് വേർഡിക്റ്റും ഡിസിസീവ് ഫാക്റ്റും കൂടിയിട്ടാണ് എഴുതേണ്ടത്. അതായത് നമ്മളോട് ചോദിക്കും യൂസ് ഓഫ് കോഷീസ് തിയറം എന്താണ്, ഇത് ഏതാണ് സിംഗുലാരിറ്റി ടൈപ്പ് എന്നുള്ളത്, അതുപോലെ കൺവേർജൻസിൻ്റെ ടെസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിനൊരു പ്രിസൈസ് ആയ ടെർമിനോളജി അവർ എയിം ചെയ്യുന്നുണ്ട് ഇതിലൂടെ. അതുപോലെ അതിൻ്റെ അൾജിബ്രായിക് ഡിറ്റോഴ്സ് വേണ്ടത് കൊടുക്കുക, അതുപോലെ ക്ലിയർലി ഒരു ബോക്സ്ഡ് കൺക്ലൂഷൻ ആയിട്ട് ഇത് എഴുതി പോവുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ഷോർട്ട് കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളത് ക്യുക്ക് ടെക്നിക്സ് ടാർഗറ്റ് ചെയ്തിട്ട് കോഷി എസ്റ്റിമേറ്റ്സ്, റേഡിയസ് ഓഫ് കൺവേർജൻസ്, സിമ്പിൾ കോണ്ടൂർ ബൗണ്ട്സ് ഓർ ബേസിക് മാപ്പിക് വാല്യൂസ്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എക്സാമിനേഴ്സ് ചോദിക്കുന്നത് നമുക്കൊരു കറക്റ്റ്നെസ് മെത്തേഡ് കാര്യങ്ങൾ അറിയുമോ, അതുപോലെ വെർബോസ് എക്സ്പോസിഷൻ നമ്മളൊരു ഫൈനൽ എക്സ്പ്രഷനൊക്കെ കൊടുത്തിട്ട് അത് എഴുതാൻ ശ്രമിക്കുക. ഇതിലൂടെ നമ്മളൊരു കീ ഫോർമുല ആദ്യം കൊടുക്കുക, ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യേണ്ടത് സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് ആൻസർ സ്റ്റേറ്റ് ചെയ്തിട്ട് ഒരു ഷോർട്ട് കമ്പ്യൂട്ടേഷനിലൂടെ 2 മാർക്സിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യന് എഴുതി പോവുക. നെക്സ്റ്റ് വൺ ഷോർട്ട് പ്രൂഫ് ഓർ ഡെറിവേഷൻ 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മുടെ സ്റ്റാൻഡേർഡ് ലെമ്മാസ് അവർ അതിൻ്റെ കമാൻഡും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് സീറോസ് ഐസൊലേറ്റഡ്, അതായത് കൺഫർമാലിറ്റി ക്രൈറ്റീരിയൻ, ഹെർമോണിക് കോഞ്ചുഗേറ്റ് കൺസ്ട്രക്ഷൻ, ഈ വിധ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു മിനിമൽ ചെയിൻ ഓഫ് ഇംപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ തിയറത്തിൻ്റെ പേരിനനുസരിച്ച് അതിൻ്റെ റെലവൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുക. അതുപോലെ നമുക്ക് ക്ലെയിം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റൻസ് ക്ലോസ് വരുന്നതുമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ട് നല്ലൊരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തിയറി ബേസ്ഡ് ആയിരിക്കും, അപ്പോൾ തിയറീസൊക്കെ എവിടെയും തെറ്റിപ്പോവാതെ നല്ല രീതിയിൽ എഴുതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫുൾ പ്രോബ്ലം 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കും. മോസ്റ്റ് ഓഫൺ റെസിഡ്യൂ ഓർ റിയൽ ഇൻ്റഗ്രേഷൻ ഇവാലുവേഷന്, അതുപോലെ മാപ്പിംഗ് സീരീസ് ടാസ്ക് ഒക്കെ തന്നാൽ നമ്മളവിടെ ഒരു ലേ ഔട്ട് മെത്തേഡ് ഉണ്ടാക്കുക, എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടേഷന് ക്ലീൻ ആയിട്ട് പെർഫോം ചെയ്യാം. പിന്നെ നമ്മൾ കീ വാല്യൂസും മാപ്പിംഗ് കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്ത് കൊടുക്കുക. ഇത് മാർക്സിനനുസരിച്ച് ഉള്ള മെത്തേഡും കാര്യങ്ങളും എഴുതുക, എക്സിക്യൂഷൻ ചെയ്യുക, അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുക. ഫുൾ പ്രോബ്ലം ക്വസ്റ്റ്യൻസിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ച് തന്നെ എഴുതാൻ നോക്കുക. നെക്സ്റ്റ് നമ്മൾ മാസ്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് പറയുന്നത്. ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള
മാർക്സ് ഓരോ ബ്ലോക്കിൽ നിന്ന് എത്രത്തോളം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ആവറേജ് മാർക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ ഷെയർ നമ്മൾ ബ്ലോക്ക് 1 കൺസിഡർ ചെയ്യുമ്പോൾ 16.6% ആണ് നമുക്ക് ബ്ലോക്ക് 1-ൽ നിന്ന് വരുന്നത് ആവറേജ് ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ നമുക്ക് ജൂൺ 2025 70.75 മാർക്സിന് ബ്ലോക്ക് 1-ൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് 2-ൽ നിന്ന് ഡിസംബർ 2022 11.75 മാർക്കിന് വരെ വന്നിട്ടുണ്ട്. സോ ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2-ഉം മാർക്കിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോവുക ഓരോ ടോപ്പിക്സും. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് വൺ തന്നിട്ടുള്ള ട്രെൻഡ് വിഷ്വലൈസേഷനിൽ നിന്ന് നമുക്ക് ഓരോ ഇയേഴ്സിലും എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ പെർസെൻറ്റേജ് ഓരോ മാർക്കിനും ഓരോ ക്വസ്റ്റ്യനിലും പെർസെൻറ്റേജ് എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്നത്. ഇവിടെ കണ്ടോ, ട്രൂ ഓർ ഫോൾസ് വിത്ത് റീസൺസ് എന്നുള്ളത് ഹൈ പെർസെൻറ്റേജിൽ വരുന്ന ഒരു ഏരിയയാണ്. അതുപോലെ 3 മാർക്ക് ഷോർട്ട് പ്രൂഫ് ഡെറിവേഷൻ എന്നുള്ളത് ഇതുപോലെ ഹൈ ഇതിൽ വരുന്ന ഒരു ഏരിയയാണ്. ഇതിൽ പിന്നെ ഏറ്റവും കുറവ് വരുന്നത് നമ്മുടെ 5 മാർക്ക് ഫുൾ പ്രോബ്ലം എന്നുള്ളതാണ്. കുറവെന്ന് പറയാൻ പറ്റില്ല, അതും 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഓരോ പാറ്റേണും എങ്ങനെയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് എഴുതേണ്ടത് എന്നാണ്. ഇവിടെ ട്രൂ ഓർ ഫാൾസ് റീസൺസ് കേസിൽ വരുന്ന അത് 40% എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അതായത് 10 മാർക്സിനാണ് കാണുന്നത്. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് അക്യുറേറ്റ് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ട് എഴുതേണ്ട ഒരു ഏരിയ ആണിത്. ഇനി 3 മാർക്സ് പ്രൂഫ് സ്പൈക്ക് വെൻ 5 മാർക്ക് പ്രോബ്ലം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറയുമ്പോൾ നമ്മുടെ വെയിറ്റേജിനനുസരിച്ച് അതിൻ്റെ ഇവാലുവേഷനും കാര്യങ്ങളും കൊടുക്കുക, ഷോർട്ട് ആർഗ്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി ബ്ലോക്ക് 1-ൽ നിന്ന് നമുക്ക് ആവറേജ് 16% ഓഫ് മാർക്ക് വരെ പ്രതീക്ഷിക്കാം. ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 അതിലേറെ കുറയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാലും ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2-ഉം അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് തന്നെ ഡെപ്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മുടെ 100 മാർക്കിൻ്റെ ഒരു പേപ്പർ ആണെങ്കിൽ 3 ഹവറാണ് നമുക്ക് എക്സാം വരുന്നത്. സോ നമ്മൾ ടൈം ബഡ്ജറ്റിങ് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഇവിടെ 3 ഹവർ തന്നിട്ടുള്ളതിൽ ട്രൂ ഓർ ഫോൾസ് റീസൺസ് കാര്യങ്ങളിൽ 20 ഐറ്റംസ് ആണ് വരിക. സോ നമ്മൾ ഒരു 72 മിനിറ്റ് എടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് ഓരോ മാർക്കിന് ഒരു 1.2 മിനിറ്റ് എങ്കിലും വർക്ക് ചെയ്തിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കണ്ടേ. ദെൻ 3 മാർക്ക് പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 49 മിനിറ്റ് എടുത്ത് നമുക്ക് ഈ എക്സാം എഴുതാം. ഇനി 2 മാർക്കിന് കമ്പ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 32 മിനിറ്റ് എടുത്ത് എക്സാം കംപ്ലീറ്റ് ചെയ്യാം. എക്സാമിൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ 27 മിനിറ്റ് എടുത്ത് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ഒരു 5 to 8 മിനിറ്റ് നമുക്ക് ബഫറായിട്ട് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് കമ്പ്യൂട്ടേഷനൊക്കെ എഴുതി കിട്ടിയിട്ടുള്ള ഫൈനൽ ആൻസർ ഒരു ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പ് 10 റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതിൻ്റെ അപ്പിയറിംഗ് കൗണ്ട് എത്ര പ്രാവശ്യം എക്സാമിന് വന്നിട്ടുണ്ടെന്ന കൗണ്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചു പോവേണ്ട ഒരു ഏരിയ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് എ റിയൽ ഇൻ്റഗ്രൽ വിയ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ യൂസിങ് ദ റെസിഡ്യൂ തിയറം 14 ടൈംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിറ്റർമിൻ എ ബിലിനിയർ ഓർ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ മാപ്പിംഗ് 3 പോയിന്റ്സ്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് എ സർക്കിൾ ഓർ ലൈൻ എന്നുള്ളത് 13 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. Then obtain the Laurent expansion about a point and specify the annulus of convergence എന്നുള്ളത് 12 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി construct the harmonic conjugate and hence the analytic function from A or V എന്നുള്ളത് 12 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റ് analyticity via Cauchy-Riemann equations. Show your V is harmonic. Find f dash of z എന്നുള്ളത് 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആവർത്തിച്ച് പഠിച്ച് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്
ഫൈൻഡ് ദ റേഡിയസ് or region of convergence of a given power series, classify the singularity എന്നുള്ളത് 9 ടൈംസ് അപ്പിയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, അപ്ലൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ടു കമ്പ്യൂട്ട് ഓർ എഫ് റൈസ് ടു എൻ ഓഫ് സെഡ് നോട്ട് എന്നുള്ളത് 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ക്ലാസിഫൈ സിംഗുലാരിറ്റീസ് ആൻഡ് കമ്പ്യൂട്ട് റെസിഡ്യൂസ് എന്നുള്ളത് 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഡൊമൈൻ അണ്ടർ ഈക്വൽ ടു z സ്ക്വയർ 1/z e raised to z എന്നുള്ളത് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂസ് മാക്സിമം മോഡുലസ് ഓർ ലിയബിലി ടു പ്രൂവ് ബൗണ്ടഡ്നെസ് ഓർ കൺസിസ്റ്റൻസി 7 ടൈംസ് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 10 ഹൈഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കി പോവുക എക്സാമിന് പോകുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഫ്രീക്വൻസി ടേബിളാണ്. ലാസ്റ്റ് PYQ ഇയറിൽ വന്നിട്ടുള്ള ആവറേജ് സെക്ഷൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എത്ര ആവറേജ് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 2 ഏരിയാസ് ആണ് റിയൽ ഇൻ്റഗ്രൽ വിയ റെസിഡ്യൂ തിയറവും ബിലിനിയർ മാപ്പ് ഇമേജ് എന്നുള്ളതിൽ 5 മാർക്ക് ആവറേജ് മാർക്ക് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 3 മാർക്കിൻ്റെ 2 ഏരിയസ് ആണ് ലോറൻ എക്സ്പാൻഷൻ പ്ലസ് അനുലസ് ആൻഡ് ഹാർമോണിക് കോൺജുഗേറ്റ് ടു അനലിറ്റിക് ഫംഗ്ഷൻ എന്നുള്ളത്. ഇനി 2 ആവറേജ് മാർക്സിന് വരുന്നതാണ് CR ടെസ്റ്റ്, ഹാർമോണിസിറ്റി ആൻഡ് റേഡിയസ്, റീജിയൺ ഓഫ് കൺവേർജൻസ് എന്നുള്ളതൊക്കെയാണ്. അതുപോലെ 8 പ്രാവശ്യം അപ്പിയർ ചെയ്ത 2 മാർക്സിൻ്റെ 2 ഏരിയാസ് ആണ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല ആൻഡ് സിംഗുലാരിറ്റീസ് ആൻഡ് റെസിഡ്യൂസ് എന്നതും 2 മാർക്കിന് വരുന്ന മറ്റൊരു ഏരിയയാണ് ഇമേജസ് അണ്ടർ z സ്ക്വയർ 1/z e raised to z equal omega എന്ന് വരുന്ന ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ. മാക്സിമം മോഡുലസ് ഓർ ലിയബിലി എന്നുള്ളത് 3 മാർക്സിന് വന്നൊരു സെക്ഷനാണ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രത്തോളം നമ്മൾ കഴിഞ്ഞ PYQ ക്വസ്റ്റ്യൻസിൽ എത്രത്തോളം നമുക്ക് ആപ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ 10% വന്നിട്ടുള്ള ഒരു ഏരിയയാണ് റെസിഡ്യൂ തിയറം. അതുപോലെ 9.3% വന്നിട്ടുണ്ട് ബിലീനിയർ മാപ്പ്. അതുപോലെ 28.6% അതർ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എത്രത്തോളം പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത് എന്നുള്ളൊരു പൈ ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ തന്നിട്ടുണ്ട്. ഡ്രിൽ ദ മെത്തേഡ് ചൈൻസ്. ഓരോ ക്വസ്റ്റ്യൻസും നമുക്കൊരു 1 പേജ് ടെംപ്ലേറ്റ് തരികയാണെങ്കിൽ ഒരു തിയറം ഇൻവോക്ഡ്, ഇപ്പോൾ കോണ്ടൂർ അനലൈസ് എന്നുള്ളതൊക്കെ നമ്മളോട് തിയറം ഇൻവോക്ഡ് ഇത് ചെയ്യാൻ വേണ്ടി തന്നാൽ നമ്മൾ ആദ്യം അതിൻ്റെ തിയറംസ് ഇൻവോക്ക് ചെയ്യുക, നെക്സ്റ്റ് അത് സെറ്റപ്പ് ചെയ്യുക, അതിനുശേഷം കമ്പ്യൂട്ടേഷൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒരു ബോക്സിലാക്കിയിട്ട് ലാസ്റ്റ് വെക്കേണ്ട ഒരു മെത്തേഡും കാര്യങ്ങളാണ് ഡ്രിൽ ദ മെത്തേഡ് ചെയിൻസിൽ വരുന്നത്. ഇനി സിമുലേറ്റ് എക്സാം ബേസിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏരിയ ആയിരിക്കും. സോ 5 മിനിറ്റ് എടുത്തൊരു ഔട്ട്ലൈൻ വരയ്ക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ 2-3 മാർക്സിനാണെങ്കിൽ ഒരു 9 to 180 seconds ഒക്കെ വെച്ചിട്ട് ഒരു ക്ലീൻ മെത്തേഡിൽ ഒരു 12 ലൈൻസ് വരെ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് 2 ടൈംസ് എങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. നമ്മുടെ സ്റ്റെപ്സ് ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണിത്. അതുപോലെ അതിൻ്റെ സ്ട്രിക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ഈ ഒരു മെട്രിക്സ് ടേബിളിൽ നിന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും വരുന്നതിൽ നിന്ന് എത്രത്തോളം പ്രോബബിലിറ്റിയും എങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. ഹൈ കാറ്റഗറീസ് വരുന്ന 80% വരുന്ന 4 ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നുണ്ട്. റെസിഡ്യൂ തിയറം ഫോർ റിയൽ ഇൻ്റഗ്രൽസ് ആൻഡ് 3-point Mobius map and image of a set, Laurent expansion with annulus identification, construct harmonic conjugate build analytic f of z എന്ന് പറയുന്ന ഈ 4 ക്വസ്റ്റ്യൻസും 80% പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്. സോ മസ്റ്റായിട്ട് പഠിച്ചു പോവാം. അതുപോലെ മീഡിയം റെലവൻസിൽ വരുന്ന 60% വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോഷി റീമാൻ ടെസ്റ്റ്, ഹാർമോണിസിറ്റി ചെക്ക്, അതുപോലെ റേഡിയസ് ഓർ റീജിയൺ ഓഫ് കൺവേർജൻസ്, സിംഗുലാരിറ്റി ക്ലാസ്, അതുപോലെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല ആപ്ലിക്കേഷൻസ് ഓർ ക്ലാസിഫൈ സിംഗുലാരിറ്റീസ്, കമ്പ്യൂട്ടർ റെസിഡ്യൂസ്, ഇമേജസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡൊമൈൻസ് അണ്ടർ z സ്ക്വയർ 1/z e raised to z എന്നുള്ളത്. മീഡിയം ലെവലിൽ വന്നിട്ടുള്ള 40% വന്നിട്ടുള്ള ഒരു ഏരിയയാണ് മാക്സിമം മോഡുലസ് ഓർ ലിയബിലി അപ്ലിക്കേഷൻ എന്നുള്ളത്.
നെക്സ്റ്റ് വൺ നമ്മളതിനെ ഫുഡ് നോട്ട്സ് ജസ്റ്റിഫൈ ഓരോ പേപ്പറിനും എത്രത്തോളം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 5 പേപ്പേഴ്സിൽ 4 ടൈംസ് ചോദിച്ച ഒരു ഏരിയയാണ് റെസിഡ്യൂ ഇവാലുവേഷൻ ഓഫ് എ റിയൽ ഇൻ്റഗ്രൽ. അതുപോലെ 4/5 പേപ്പേഴ്സിൽ ചോദിച്ചൊരു ഏരിയയാണ് മൊബിയസ് മാപ്പ് ആൻഡ് ഓർ മാപ്പിംഗ് ഓഫ് എ സർക്കിൾ ഓർ ലൈൻ എന്നുള്ളത്. അതുപോലെ 4/5 പേപ്പേഴ്സിന് ചോദിച്ചൊരു ഏരിയയാണ് ലോറന്റ് എക്സ്പാൻഷൻ വിത്ത് എക്സ്പ്ലിസിറ്റ് ആനുലസ് എന്നുള്ളത്. ഇനി 4/5 പേപ്പേഴ്സിന് ചോദിച്ചൊരു ഏരിയയാണ് ഹാർമോണിക് കോൺജുഗേറ്റിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. അതുപോലെ CR ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഹാർമോണിസിറ്റി ചെക്ക് ചെയ്യാൻ 3/5 പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിച്ച മറ്റൊരു ഏരിയയാണ് 3/5 പേപ്പേഴ്സിൽ തന്നെ ചോദിച്ചൊരു ഏരിയയാണ് റേഡിയസ് ഓർ റീജിയൻ ഓഫ് കൺവേർജൻസ് ഓർ സിംഗുലാരിറ്റി ടൈപ്പ് എന്നുള്ളത്. 3/5 പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള മറ്റു 3 ഏരിയാസ് ആണ് പറയുന്നത് അപ്ലൈഡ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല ആൻഡ് റെസിഡ്യൂ പോൾ ക്ലാസിഫിക്കേഷൻ ടാസ്ക്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡൊമൈൻസ് കാണാൻ ഉള്ള സംഭവങ്ങളൊക്കെ. ഇനി 2/5 പേപ്പേഴ്സിന് ചോദിച്ചിട്ടുള്ളതാണ് മാക്സിമം മോഡുലസ് ഓർ ലിയവല്ലി കാര്യങ്ങളൊക്കെ കാണാൻ വരുന്നത്. അതുപോലെ നമുക്ക് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഹൈ പ്രയോറിറ്റിയിൽ പഠിക്കേണ്ട ഏരിയാസ് നമ്മൾ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ അതിൻ്റെ എയിം മാസ്റ്ററി ചെയ്യാനും നമ്മൾ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈ മാർക്സിന് പഠിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്പീഡിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ കഴിയും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് റെസിഡ്യൂ തിയറം. ഒരു 4 സ്റ്റെപ്പ് ടെംപ്ലേറ്റ് ബിൽഡ് ചെയ്തിട്ട് നമ്മളതിന് കറക്റ്റ് റിഹേഴ്സ് ചെയ്തിട്ട് വെറി ഇൻ്റഗ്രൻസ് ഒക്കെ കൊടുത്തിട്ട് എഴുതേണ്ട ഏരിയാസ് ആണ്. ഇപ്പോൾ നമ്മളോട് കോണ്ടൂർ, പോൾസ്, റെസിഡ്യൂസ്, ലിമിറ്റ് ഇതൊക്കെ കാണാൻ വരുന്ന ഏരിയാസ്. നെക്സ്റ്റ് മൊബിയസ് മാപ്പിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മളൊരു ക്രോസ് റേഷ്യോ ഫോം മെമ്പറൈസ് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഏരിയാസിന് പോയിന്റ്സും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് മാപ്പിംഗ് ചെയ്തിട്ട് സർക്കിൾ ലൈൻ ഇമേജസ് ഒക്കെ ഡെറിവേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് മൊബിയസ് മാപ്പിംഗ് ചെയ്തു പോവുക. ഇനി ലോറന്റ് പ്ലസ് അനുലസ് ഹാർമോണിക് കോൺജുഗേറ്റ് കാണേണ്ട കേസിൽ സീരീസ് ബുക്കൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻസ്, അറൗണ്ട് സിംഗുലാരിറ്റീസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു CR ബേസ്ഡ് ഇൻ്റഗ്രേഷൻ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ CR ഹാർമോണിസിറ്റി, റേഡിയസ് ഓർ റീജിയൻ, CIF അപ്ലിക്കേഷൻസ്, സിംഗുലാരിറ്റീസ് ഓർ റെസിഡ്യൂസ്, സ്റ്റാൻഡേർഡ് ഡൊമൈൻ ഇമേജസ് എന്നുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഒരു 10 മിനിറ്റ് മൈക്രോ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ലൈൻ മെത്തേഡിൻ്റെ റെക്കഗ്നീഷൻ ചെയ്തിട്ട് നമ്മളിത് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് ലോ ബൗണ്ടറി ഐറ്റംസ് വരുമ്പോൾ ഇപ്പോൾ നമ്മളോട് മാക്സിമം മോഡുലസ് ഒരു ലെവലിൽ അതിൻ്റെ കൺസെപ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ കൺസൈസ് ആയിട്ടുള്ള പ്രൂഫ് ഔട്ട്ലൈൻസ് കൊടുക്കാം. അതുപോലെ കോൺട്രാഡിക്ഷൻ്റെ പ്രൂഫ്സും കാര്യങ്ങളും എൻ്റയർ ഫംഗ്ഷന് ബൗണ്ടഡ് ആണോ എന്നുള്ള അതിൻ്റെ പ്രൂഫ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് തന്നെ മാക്സിമം മോഡുലസും കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്കൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ കോംപ്ലക്സ് അനാലിസിസിൽ 1.5 hours വരുന്ന 25 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 വരുന്ന കമ്പൾസറി ആയിട്ട് എഴുതണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 to 4 വരികയാണെങ്കിൽ അതിൽ 3 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ നമുക്ക് അലൗഡ് അല്ല. സോ ഫസ്റ്റ് വൺ ട്രൂ ഓർ ഫോൾസ് വിത്ത് റീസൺസ് എന്ന ഏരിയ ആയിരിക്കും. സോ നമുക്കതിനൊരു ബ്രീഫ് റീസൺ കൊടുത്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അത് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ ചോദിക്കുന്നത് എഫ് അനലറ്റിക് ഒരു ഡൊമൈൻ ഡിയിൽ ആണെങ്കിൽ എഫ് കോൺസ്റ്റൻ്റ് ആണോ ആ ഡിയിൽ തന്നെ ആണെങ്കിൽ f'=0 ആവുമോ എന്നുള്ളതാണ്. അതുപോലെ ഫംഗ്ഷൻ f(z) sin 1/z ആണെങ്കിൽ z=0യിൽ അത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആവുമോ. അതുപോലെ ഒരു സീരീസ് തന്നിട്ടുണ്ട് സിഗ്മ n=0 to infinity n factorial z⁻n എന്നുള്ള അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 വരുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് മാപ്പ് w=1/z സെൻസ് എവറി സർക്കിൾ ത്രൂ ദ ഒറിജിൻ ടു എ സ്ട്രൈറ്റ് ലൈൻ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതുക. നെക്സ്റ്റ് വൺ ഇഫ് f is analytic at a and f'(a)=0 ആണെങ്കിൽ f is not conformal at a എന്ന് തന്നിട്ടുണ്ട്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് എഴുതുക. അതിൻ്റെ കൂടെ ജസ്റ്റിഫിക്കേഷനും കൂടിയും കൊടുക്കുക. നെക്സ്റ്റ് ടോട്ടൽ 5 മാർക്സിന് വരുന്ന
ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. യു ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഇനി യു ഹാർമോണിക് ആണോ എന്ന് കാണണം, അതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കാണണം, അതുപോലെ എഫ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എഫ് ഓഫ് 0 ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കുക. ഇനി ജസ്റ്റിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് എഴുതേണ്ട ഒരു ഏരിയ ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ തന്നിട്ടുണ്ട്, അത് അനലിറ്റിക് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 വരുന്നതാണ് ലൊറൻ എക്സ്പാൻഷൻ കാണാൻ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്, 0 ലെസ് ദാൻ മോഡ് ലെസ് ദാൻ 1 എന്നുള്ള ഇതിൽ കൺസ്ട്രെയിൻ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എഴുതാനും കൂടി പറയുന്നുണ്ട് സെഡ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് വരുന്നൊരു ബി പാർട്ടിൽ വരുന്നതാണ് അതിൻ്റെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല കാണാനും ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. നെക്സ്റ്റ് 4 മാർക്കിൽ വരുന്നതാണ് നമ്മുടെ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ കാണാനും വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്. അതുപോലെ ഒരു വെർട്ടിക്കൽ ലൈന് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇമേജ് കാണണം, അതുപോലെ അതിൻ്റെ കർവും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ പറയുന്നത് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകും. അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്പിൽ ഉണ്ടായിരിക്കും. ആൻഡ് എല്ലാവരും നല്ല രീതിയിൽ ടോപ്പ് 10 റിക്കറിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് തന്നെ പോവാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.